യുവമോർച്ച പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റ് ജംഗ്ഷൻ, ഗവൺമെന്റ് പോളിടെക്നിക്, കെ.എസ്.ആർ.ടി.സി ജംഗ്ഷൻ തുടങ്ങിയ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലാണ് യുവമോർച്ച പുനലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി മനു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ജെ.പി. നദ്ദാജിയുടെ കയ്യിൽ നിന്നും മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മെമ്പർഷിപ്പ് പുതുക്കലും അതോടൊപ്പം തന്നെ പുതിയ ആളുകൾക്ക് ബി.ജെ.പിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമൊരുക്കിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിലാണ് ജനങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടി ആവേശത്തോടെ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ യുവതിയുവാക്കൾ വരുന്ന മാളുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുനലൂർ മാർക്കറ്റിലാണ്. ഒരുപാട് ആൾക്കാരാണ് പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾക്ക് അതിന് ആനുകൂല്യം ലഭിച്ച ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ. അവർ ഇരുകൈ സ്വീകരിച്ച് മെമ്പർഷിപ്പ് എടുക്കുകയാണ്. മെമ്പർഷിപ്പ് എടുക്കുന്നതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ചെറിയ കടകളിലും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നടപ്പിലാക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യം ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിരിക്കുന്ന വേളയിൽ എല്ലാ ചെറുകിട കച്ചവടക്കാരും, തേങ്ങാ കച്ചവടം ചെയ്യുന്ന, പപ്പട കച്ചവടം ചെയ്യുന്ന, മത്സ്യവ്യാപാരം ചെയ്യുന്ന, പച്ചക്കറി വ്യാപാരം ചെയ്യുന്ന ആൾക്കാരുൾപ്പെടെ QR കോഡ് ഉണ്ടെന്നുള്ളതാണ്. ഭാരതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ള ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം അവരുടെ കയ്യിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഭാരതമെമ്പാടും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പുനലൂർ മാർക്കറ്റിലും നമ്മുടെ ക്യാമ്പയിൻ നടക്കുന്നത്. വളരെ വലിയ സ്വീകാര്യതയാണ് ജനങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വ്യാപകമായി ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ആ അഭിമാനകരമായ കാര്യം നേർസാക്ഷിയാവാൻ ഈ മാർക്കറ്റിലൂടെ സാധിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ യുവാക്കൾക്കായും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കായും നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു എന്നതിൻ്റെ തെളിവാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇത്ര വിജയകരമാകുന്നത്. യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വ്യാപകമായി തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ, പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ, അതോടൊപ്പം തന്നെ പുനലൂർ മാർക്കറ്റിൽ, ബസ് സ്റ്റാൻഡിൽ, ട്രൈബൽ കോളനികളിലെല്ലാം വ്യാപകമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം, ജില്ലാ ജനറൽ സെക്രട്ടറി അഭിഷേക് മുണ്ടയ്ക്കൽ, ബി.ജെ.പി. പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം, യുവമോർച്ച പുനലൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി റാണി ജാൻസി, മണ്ഡലം ട്രഷറർ ധനേഷ് കരാളൂർ, ബി.ജെ.പി. പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം, ഏരിയ ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ എൻട്രി, യുവമോർച്ച പുനലൂർ ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് രതുൻ രവീന്ദ്രൻ, യുവമോർച്ച നേതാക്കളായ മനു ആഷിൻ, കവിരാജ് ശാസ്താങ്കോണം, വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. പുനലൂർ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 700-ൽ പരം ആളുകൾ ഇന്ന് ടൗണിൽ നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് സ്വീകരിച്ചു. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. 2019-ൽ 19 കോടി മെമ്പർമാരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ബി.ജെ.പി. എന്നാൽ 2024 ആകുമ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിജിയുടെ സർക്കാരിൻ്റെ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ NDA ഗവൺമെൻറ്റിൻ്റെ മുന്നിലോട്ടുള്ള ദീർഘവീക്ഷണത്തോടുള്ള ഭരണത്തിൻ്റെ നേട്ടമായി ഒരുപാട് ആളുകളാണ് ബി.ജെ.പിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പുനലൂർ മണ്ഡലം ഭാരതീയ യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.